അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നമ്മളെന്ന് പറഞ്ഞാലേ നമ്മൾ നല്ല അടിപൊളി ഒരു കടലക്കറി ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതും എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു മസാല ഒക്കെ ചേർത്ത് ഇടുക്കാച്ചിയായിട്ടാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്തെന്ന് നോക്കെ. നമുക്ക് ദോശയ്ക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും എന്തൊത്തിന്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് കണ്ടല്ലോ. അതിനുമ്പ് എന്നും പറയുന്നല്ലോ കൂട്ടുകാരെ, സപ്പോർട്ടിങ് മറക്കല്ലേ. നേരെ പോയേക്കാം വീഡിയോ കാണാൻ. ആദ്യം നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ച് എല്ലായിടത്തും നാടാം. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, കുറച്ച് ചുവന്നുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് അതിട്ട് കൊടുക്കാം. ഇപ്പൊ ഏകദേശം നമ്മുടെ റെഡിയായി വന്നിട്ടുണ്ട്, നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോടെ തന്നെ ഇതൊന്ന് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ തേങ്ങ വറുത്ത അതേ ചട്ടി തന്നെ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് കരിവേപ്പില ഒന്ന് മൂപ്പിച്ചെടുക്കുക. തേങ്ങയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ചീരകപ്പൊടി. ഞാനിപ്പം തേങ്ങയ്ക്കകത്തിട്ട് വറുക്കാത്തത് വേറെ ഒന്നല്ല, ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അതിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെറിയ ഉള്ളിയും കടലയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനകത്ത് ഇനി നമ്മൾ ചെയ്യുന്ന പറയാൻ തേങ്ങ മാത്രമായിട്ട് നമ്മൾ അരച്ചെടുത്തണം. നല്ല വെളിച്ചെണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നല്ല ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കടല നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് ചേർത്തു. ഒന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്, നല്ല കട്ടിയായിരുന്നു. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കടലക്കറി ഏകദേശം നല്ല കുറുകി നല്ല സെറ്റായി വരുന്നു. നല്ല തിക്ക് ഗ്രേവിയോടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.